മിൽമ മലപ്പുറം ഡയറിയുടെയും പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയുടെയും ഉദ്ഘാടനം ഡിസംബർ 24-ന് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഡിസംബർ 24-ന് വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. മൂർക്കനാട്ടെ മിൽമ ഡയറി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയാകും. മിൽമ ഡയറി വൈറ്റ്നർ വിപണനോദ്ഘാടനം KN ബാലഗോപാൽ നിർവഹിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യാതിഥിയാകും. 131 കോടി 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മലപ്പുറം ഡയറിയുടെയും പാൽപ്പൊടി ഫാക്ടറിയുടെയും നിർമ്മാണം പൂർത്തിയാക്കിയത്. ക്ഷീരമേഖലയിൽ കേരളത്തിലെ സ്വകാര്യ പൊതു സഹകരണ രംഗത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഏറ്റവും വലിയ പദ്ധതിയാണിത്. 10 മെട്രിക് ടൺ ഉൽപാദനശേഷിയുള്ളതാണ് ആധുനിക സംവിധാനങ്ങളോടും സുരക്ഷയോടും കൂടിയുള്ള പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി. 1 ലക്ഷം ലിറ്റർ പാൽ പ്രതിദിനം പൊടിയാക്കി മാറ്റാം. ലോകത്തിലെ തന്നെ പ്രമുഖരായ ടെട്രാപാക്ക് കമ്പനിയാണ് ഫാക്ടറിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ET മുഹമ്മദ് ബഷീർ MP, മന്നളാംകുഴി അലി MLA, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ MK റഫീഖ, ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മൂത്താടം തുടങ്ങിയവർ ഭാഗമാകും. സെമിനാർ, ശില്പശാല, വിവിധ എക്സിബിഷനുകൾ, ഭക്ഷ്യമേള തുടങ്ങിയവ ഉദ്ഘാടനം മുന്നോടിയായി 22, 23, 24 തീയതികളിൽ മൂർക്കനാട്ടെ ഡയറി ക്യാമ്പസിൽ നടക്കും. പാൽപ്പൊടി ഫാക്ടറി നിങ്ങൾക്കറിയാം, മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന പോലെ അതൊരു ഒരു വ്യവസായ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ലാഭമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയല്ല പാൽപ്പൊടി ഫാക്ടറി. സർപ്ലസ് മാനേജ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. അതിപ്പോൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളെടുത്താലും വലിയ തോതിൽ പാല് സംഭരിക്കുന്നവരെല്ലാം സർപ്ലസ് വരുന്നത് പെട്ടെന്ന്, കാരണം പാലായിട്ട് സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ, അതിൽ വെള്ളം കളഞ്ഞ് പാൽപ്പൊടിയായിട്ട് സൂക്ഷിക്കുന്നതിന് സർപ്ലസ് മാനേജ്മെൻറ്റിനുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ അവിടെ സർക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടു, ഇങ്ങനെ ഒരു പാൽപ്പൊടി ഫാക്ടറിയെക്കുറിച്ച് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ സർക്കാരുമായിട്ട് ചർച്ച ചെയ്തു. ഒരു കാര്യം പറഞ്ഞത്, ഇതൊരു ഇക്കണോമിക്കലി വയബിളായിട്ടുള്ള പ്രോജക്റ്റേ അല്ല പാൽപ്പൊടി ഫാക്ടറി എന്ന് പറയുന്നത്. അതുകൊണ്ട് സർക്കാർ പരമാവധി നമ്മളെ സഹായിച്ചെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന മട്ടിൽ നമ്മൾ ശക്തമായിട്ട് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് 48ഓളം കോടി രൂപ സർക്കാർ നമുക്ക് ഗ്രാൻറ്റ് തരികയും, അന്ന് നമ്മൾ വളരെ പെട്ടെന്നൊരു പ്രോജക്റ്റ് മുഖ്യമന്ത്രിയും അന്നത്തെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് രാജുവും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നൊരു പ്രോജക്റ്റ് കൊടുത്തു. 54 കോടി രൂപയുടെ പ്രോജക്റ്റാണ് കൊടുത്തത്. അതിൽ 48 കോടി രൂപയും നമ്മൾ അനുവദിച്ചു തന്നു. പിന്നീട് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മൂർക്കനാട് ഒരു ഡയറി പ്ലാന്റ് തുടങ്ങുന്നതിന് സ്ഥലം മേടിച്ച് സിവിൽ വർക്കൊക്കെ ചെയ്ത് 22-23 കോടി രൂപ ചിലവഴിച്ച് നിൽക്കുന്നതാണ്. ആ സംവിധാനത്തിൽ തന്നെ പാൽപ്പൊടി ഫാക്ടറി നമുക്ക് തുടങ്ങുന്നതിന് വേണ്ടി ചെയ്തപ്പോൾ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ വേണ്ട. പിന്നെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ മനസ്സിലായത്, ഇത് പാൽപ്പൊടി മാത്രമാക്കി സർപ്ലസ് മാനേജ് ചെയ്ത് പോയാൽ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് റിട്ടേൺ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഡയറി വൈറ്റ്നർ കൂടെ, നമ്മൾ പലരും അറിയുമല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന ചായയ്ക്ക് ഉപയോഗിക്കുന്ന ആ പൊടി, ആ ഡയറി വൈറ്റ്നർ കൂടെ നമുക്ക് ഉണ്ടാക്കുന്നതിന് പ്ലാന്റും ഇതിൻ്റെ ഭാഗമായി ചേർത്തു. അതോടൊപ്പം തന്നെ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 ലക്ഷം ലിറ്റർ ഒരു ദിവസം പാല് പൊടിയാക്കാൻ പറ്റാവുന്ന കപ്പാസിറ്റിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. 10 ടണ്ണ് നമുക്ക് പൊടിയാക്കാനായിട്ട് കഴിയും. ആ 1 ലക്ഷം ലിറ്റർ പ്രോസസ്സിങ്ങിനും കൂടെ ഒരു ഡയറിയും കൂടെ ഇതിനോട് അനുബന്ധമായി ചേർത്തു. അങ്ങനെ എല്ലാം കൂടെ വന്നപ്പോഴാണ് ഇപ്പോൾ നിങ്ങൾക്കെല്ലാം നോട്ട് തന്ന പോലെ 131 കോടി രൂപയുടെ പദ്ധതിയായിട്ടത് വളർന്നു വന്നത്. വാർത്താ സമ്മേളനത്തിൽ മിൽമ ചെയർമാൻ KS മണി, മലബാർ മിൽമ മാനേജിംഗ് ഡയറക്ടർ KC ജെയിംസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.